അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരി. ഇവിടെ ഞങ്ങളെ വീട് പോയി ഞങ്ങളിവിടെ ഉണ്ട്. നൗഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഉബൈദൊക്കെ ചളീന്റെ ഉള്ളിലാണ്, ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി. അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി, ആരെങ്കിലും ഒന്ന് ഓടി വരി. നമസ്കാരം. അർദ്ധരാത്രിയിലുണ്ടായ ദുരന്തം. എന്തു ചെയ്യണമെന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടാതെ ആളുകളെ ഉരുൾപൊട്ടൽ എടുത്തുകൊണ്ടു പോകുന്നു. അർദ്ധരാത്രിയിൽ കുതിച്ചെത്തിയ ചെളിയിലും വെള്ളത്തിലും ഒലിച്ചുപോയത് ചൂരൽമല അങ്ങാടി തന്നെ. വയനാട്ടിലെ ഞെട്ടിച്ച ഉരുൾപൊട്ടലിൽ ദുരന്ത മുഖത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്നത് നെഞ്ചുലയ്ക്കുന്ന നിലവിളികളാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ഞങ്ങളെ രക്ഷിക്കണേ, ശ്വാസം കിട്ടണില്ല, മണ്ണിനടിയിലാണ് എന്ന വീട്ടമ്മയുടെ കരച്ചിൽ തന്നെ ഉള്ളുലയ്ക്കുന്നത്, കേട്ടു നിൽക്കാൻ പോലും പറ്റാത്തത്. ചൂരൽമല ടൗണിലെ ഒരു വീട്ടിൽ ഭർത്താവും മകളും അകപ്പെട്ടതായി കരഞ്ഞു പറയുകയാണ് പ്രദേശവാസിയായ വീട്ടമ്മ. ആരെങ്കിലും ഓടി വരണേ എന്ന്. കൂടെയുള്ളയാളെ രക്ഷിക്കാനേ പറ്റുന്നില്ല. ചെളിയുടെ ഉള്ളിലാണ്. അവർക്ക് ജീവനുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. മണ്ണിന്റെ ഉള്ളിലാണ്. ചെളിയാണ് വായിലൊക്കെ. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കണമെന്ന് കരഞ്ഞു പറയുകയാണ് ആ വീട്ടമ്മ. മുണ്ടക്കയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിലാണ്. രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പായുന്നു. വണ്ടിയെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാടി ഭാഗത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരി എന്നൊക്കെ ഫോണുകളിലൂടെ കരഞ്ഞു പറയുകയാണ് വയനാട്ടുകാർ. കനത്ത മഴ പെയ്യുന്ന രാത്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ പലരും കഴുത്തറ്റം ചെളിയിൽ മുങ്ങിയിരുന്നു. 2:30-ഓടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ജനം അറിഞ്ഞു തുടങ്ങിയത്. കനത്ത മഴയും ഇരുട്ടും കാരണം എന്താണ് സംഭവിച്ചതെന്നോ ദുരന്തത്തിന്റെ വ്യാപ്തി എന്തെന്നോ മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്ങും ചെളിയും വെള്ളവും മാത്രമായിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ചൂരൽമല അങ്ങാടി തന്നെ ഏറെക്കുറെ മണ്ണിനടിയിലായ വിവരം പുറം ലോകം അറിയുന്നത്. ചൂരൽമല സ്കൂളിനോട് ചേർന്ന് പുഴ ഒഴുകുന്നുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ പുഴ ഗതിമാറി ഒഴുകി. സ്കൂളിന്റെ പകുതിയോളം ഭാഗം വെള്ളത്തിന് അടിയിലായി. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളും പാർക്കുന്ന സ്ഥലമാണ് ചൂരൽമല. ഹാരിസൺസ് തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ് ചൂരൽമലയിലെ ഭൂരിഭാഗവും. എത്ര പേർ മരിച്ചെന്നോ എത്ര പേരെ കാണാതായെന്നോ നിലവിൽ യാതൊരു ധാരണയുമില്ലാത്ത അവസ്ഥ. അതേസമയം മുണ്ടക്കയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരം ഇനിയും ലഭ്യമായിട്ടില്ല. ചൂരൽമലയിൽ നിന്നുമാണ് മുണ്ടക്കയിലേക്ക് പോകുന്നത്. ചൂരൽമലയിലെ പാലം തകർന്നതോടെ മുണ്ടക്കയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല. മുണ്ടക്കയിലും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് മാത്രമാണ് പുറത്തു വരുന്ന വിവരം. സൈന്യം എത്തിയാൽ മാത്രമേ മുണ്ടക്കയിലേക്ക് എത്താൻ സാധിക്കൂ. ചെമ്പ്ര, വെള്ളരി മലകളിൽ നിന്നായി ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് ഈ 2 സ്ഥലവും. പുഴയുടെ തീരത്തോട് താമസിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. എവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന വിവരം ലഭ്യമായിട്ടില്ല. 2019-ൽ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമാണ് ചൂരൽമലയിലേക്ക് ദൂരം. പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവരിൽ പലരുടെയും മൃതദേഹം ഇനിയും ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് വീണ്ടും ഇതേ സ്ഥലത്ത് വീണ്ടും ഒരു ദുരന്തം കൂടി സംഭവിച്ചത്. നന്ദി.